ശർക്കര ഒഴിക്കണ്ടേ? കിട്ടോ ഇതായിരിക്കണ്ട തേങ്ങാപ്പാൽ നോക്കി 4 പാലിന്റെ തേങ്ങയാണ് ചെയ്യുന്നത്. 4 പാലിന്റെ തേങ്ങയാണ് ചെയ്യുന്നത് കേട്ടോ. വലിയ പാത്രമുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ അടിക്കും. ശർക്കരക്ക് അളവ് അമ്മ ഊറ്റിയെടുത്തു. അമ്മ ഞാൻ ഊറ്റാൻ്റെ 2 കയ്യിലും ആയ സ്ഥിതിക്ക് ഒന്ന് നിർത്താവോ? ചെമ്പുള്ളിക്ക് ഇപ്പോൾ റോട്ടിലേക്ക് ഇപ്പോൾ ഭയങ്കര ണ്ടല്ലോ തുണിക്കകത്ത് വീഴണം. എന്ത് രസമാണ്. ഞാനെന്നിട്ട് വെള്ളം തിളപ്പിച്ചാൽ വെപ്രാളം വരുവാണെങ്കിൽ ഞാനത് പിടിക്കും. അപ്പം ഇതൊന്നുകൂടെ പിടിച്ചു പോട്ടെ കുഴപ്പമില്ല. അവിടെ വെച്ചോക്കാം. പിന്നെ അതിൻ്റെ ഒക്കെ ഇനി 3-ാം പാല് തരുന്നു. ഇനി 3-ാം പാല് എടുത്ത് പഠിച്ച വയസ്സുള്ളവർ പിന്നെ ഉണ്ടാക്കുന്ന ലക്ഷ്മി മേനോൻ, ലക്ഷ്മി നായരല്ലേ? അയ്യോളി കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞോ? ഇല്ല, പാത്രം തികയോ? 1-ാം പാലും ലാസ്റ്റാ? ഓഹോ ഹോ. ഓ അതാ മാറ്റി വെച്ചിരിക്കുന്നത്. അതും കൂടെ ഒഴിക്കുക. ഫുള്ളാ ഒഴിക്കല്ലോ. ഓ മൈ ഗോഡ്. ഇത്രയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നോക്കാം. ഇറക്കി മിക്സാക്കി ഒഴിച്ചോ. ദേ 1-ാം പാൽ ഒഴിക്കുന്നു. ഒഴിച്ചു. റൗണ്ടായ ബോൾസ് ആയുണ്ടോ? ഇതെല്ലാം ഞാൻ വെറുതെ തുപ്പിക്കളയും. ഇന്നലത്തെ പായസത്തിനകത്ത് എത്ര മുന്തിരിങ്ങയായിരുന്നു. എല്ലായിടത്തും ഞാനവിടെ സൈഡിൽ കൊണ്ടുപോയി. എല്ലാം റൗണ്ടായി കഴിയുമ്പോൾ അത് റെഡി ടു ബി പുട്ട്. നട്ട്സ് കുറവല്ലേ? കോരിയിടാമോ നട്ട്സ്?
ഏലക്ക. അമ്മേ ഇവിടെ നോക്കി എന്തോരം അങ്ങനെ നല്ലതല്ലെന്ന് പറയും. അരി കഴിക്കുന്നു. ഒരുപാട് നട്ട്സ് ആകെ കൂടെ എണ്ണി പറക്കാൻ ഉള്ളൂ. തവിയുടെ പുറത്ത് ഇടിക്കല്ലേ, അവിടെ ഹോൾഡ് ചെയ്യും. ഹോൾഡ് ഹോൾഡ്. തേങ്ങാപ്പാലിൽ വെന്താറാടി. താറാവരിക്ക് ഷെഫില് പറയുന്നത് അതുകൂടെ ഇട്ടപ്പോൾ എടുത്ത് നിറയത്തി. തീ ഓഫ് ചെയ്തോ അമ്മ? അല്ല, ഓഫ് ചെയ്യണ്ട. ഓഫ് ചെയ്യണമല്ലോ. തീ ഓഫ് ചെയ്യണ്ടേ അടി? ഇളക്കട്ടെ അമ്മ തീ ഓഫ് ചെയ്യട്ടെ. ഇളക്കട്ടെ. ഇളക്കി കഴിഞ്ഞപ്പോൾ ആവി വന്നില്ലേ? ഇത് ഇളക്കട്ടെ. ആവി വന്നു. ആരുടെ ആവി? എന്നോട് ഇടാൻ പറഞ്ഞില്ലേ? ഇളക്കട്ടെ. മുകളിൽ ആവി വന്നോ? ആ വന്നു വന്നു. ആ ഓഫ് ചെയ്യും. ആ ആരുടെ ആവി? ഇത് തേങ്ങാക്കൊത്തും ഇടും. അത് നല്ല തേങ്ങത്തല്ലേ? അല്ലേ? നല്ലതല്ലേ? ഒത്തിരി ഇളക്കാതെ മിക്സ് ആയിപ്പോ മുകളിൽ കിടക്കുകയല്ല. ഞാൻ ഒരു പൈസ നോക്കട്ടെ. ഇവിടെ കുറേ ടേസ്റ്റ് നോക്കിയാൽ ഒക്കില്ല. അതിനകത്ത് ഒഴിച്ചങ്ങ്